ഹലോ ഗൈസ്, ഞാൻ കളിക്കുക പോവാണ് ആർക്ക് സർവൈവോൾട്ട്. അപ്പം സാധാരണ എയർക്കെന്നാണ് പറയുന്നത്, എയർക്കെന്നും പറയും ആർക്കെന്നും പറയും, രണ്ടും കറക്റ്റാണ്. അപ്പം ഇത് എപ്പിസോഡ് 9 ആണ് ഗൈസ്, എപ്പിസോഡ് 9 ആർക്കിൻ്റെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ബേസ് ഇപ്പം എന്നാ വന്നടിച്ചിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ബേസ് ബിൽഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. എങ്ങനെ ഒരു നല്ലൊരു ബേസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന്. അപ്പം അടുത്തതായിട്ട് ഞാൻ ഒരു സാർക്കോനെ കില്ല് ചെയ്യാൻ പോവാണ്. ടൈമിംഗ് അല്ല, സാർക്കോനെ കില്ല് ചെയ്യാൻ പോവാണ്. മാക്സിമം ട്രൈ ചെയ്യാൻ, ചിലപ്പോൾ അതെന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ എന്നെ കൊല്ലും. രണ്ടിലൊന്നും നടക്കും. അപ്പം അതാണ്ട് ഇവിടെ എൻ്റെ കാർബോണിയംസും സാധനങ്ങളെല്ലാം ഉണ്ട്. കാര്യമായിട്ടൊക്കെ എന്തോ ഒന്ന് എൻ്റെയൊക്കെ വന്ന് അടിച്ച് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും എല്ലാത്തിനും സെർച്ച് ചെയ്തിട്ട് ഗൈസ്. അതിന് മുമ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ലെവൽ 3 കഴിഞ്ഞാലേ ഈ വൈറ്റ് ഡ്രോപ്പ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തത് ഒന്നുമില്ല. ഓക്കെ, ഏറ്റവും മണ്ടയ്ക്കാണല്ലോ. ഷടാ, നമ്മളിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറും. ഇപ്പം ഞാനിപ്പോൾ ലെവൽ 5 ആണ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? അയ്യോ, ഇതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല, ഡ്രോപ്പ് പോയി. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല ഗൈസ്, കഷ്ടമായിപ്പോയി ഗൈസ്. ഇവിടെ സാർക്കോനെ ഒന്നും കാണാനില്ല. സാധാരണ ഇവിടെ സാർക്ക് എപ്പോഴും ഒന്ന് സ്പോൺ ആവുമായിരുന്നു. ഇപ്പോൾ ഒറ്റ ഒരെണ്ണത്തിനെ കാണാനില്ല. ശരാ, ഞാൻ അവിടെ എല്ലാം പോയി നോക്കട്ടെ ഗൈസ്. ഇനി സ്പോണായിട്ട് ഇറങ്ങി വന്നോന്ന് പറയുന്നില്ല. ഇതുവരെ സ്പോണായില്ല. ഞാൻ പോയി നോക്കട്ടെ ഗൈസ്, അവിടെ വല്ലതും ഉണ്ടോന്ന്. ഗൈസ്, ആർക്കോ ഇവിടെ നിന്ന് സ്പോണായില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കൊന്നിട്ട് കാണിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പറൊന്നും സ്പോൺ ആവത്തില്ലായിരിക്കും. പ്രോണ്ടോയിലൊന്നും നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. എങ്ങാനും കൊന്നാൽ തന്നെ നല്ല രീതിക്ക് HP കിട്ടുന്നതാണ്, പക്ഷെ കൊല്ലാൻ പറ്റത്തില്ല. 165 ഹെൽത്ത് കണ്ട ഗൈസ്. 16,000 ഒരു 6000 HP തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ്. അപ്പം നോക്കട്ടെ ഗൈസ്, നമുക്ക് കില്ല് ചെയ്യാൻ പറ്റിയ വലിയ ഡിനോലോ ഉണ്ടോന്ന്. ഇവിടെ വലിയ ഡൈനോ ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു മെഷീൻ ഉണ്ട്, എടുക്കാം. കിൽ സം ടൈമോ, ഇറ്റ്സ് സോ ഏർലി ഇൻ ദ ഡേ ടു സ്ലീപ്പ്. ഗോ എക്സ്പ്ലോർ, ഹാർവസ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് ഫോർ എ വൈൽ. കീപ് ട്രാക്ക് ഓഫ് യുവർ മിഷൻ. ഓ പോനെ, ഇത് നമുക്ക് പണിയാണല്ലോ. അതും ചെയ്താലേ റിസ്ക്കാ. എക്സ്പ്ലോർ ചെയ്യാനാണ് അവർ പറയുന്നത്, ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്നിട്ട് കാണാൻ പോയി ചാവൽ. അപ്പം ഇത്രയും നേരം കഷ്ടപ്പെട്ടെല്ലാം ഇത്തിരി സമയം കൊണ്ട് പെട്ടെന്ന് പോകുമ്പോൾ ഓർക്കാൻ കൂടെ വയ്യ. രാത്രിയാകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങണമെന്ന് തോന്നുന്നു, അതായിരിക്കും വിഷയം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അറിയത്തില്ല ശരിക്കും. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്, ഈ ഏരിയ മൊത്തം. ഗൈസ്, വീണ്ടും ഒരു ഡ്രോപ്പ് വീണ്. അപ്പം നമുക്കിപ്പം വേറെ പണിയൊന്നും ഇല്ല, ഡ്രോപ്പ് വല്ലതും പോയി നടക്കാം. വൈറ്റ് ഡ്രോപ്പ് ആയാൽ മതിയായിരുന്നു. ഏത് ഡ്രോപ്പ് ഇത്? വൈറ്റ്. ഇത് കളർ മാറിക്കൊണ്ടിരിക്കുന്നു. ഭഗവാനെ, മൊത്തം യൂസ്ഫുൾ സാധനമായിരുന്നു. ഇതെല്ലാം പോയി പ്ലേസ് ചെയ്തിട്ട് ഗൈസ്. ഓക്കെ, ഇപ്പം അത്യാവശ്യം HP എല്ലാം കിട്ടുന്നതാണ്. അതെല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്ത് വെറും 20 പറയാൻ പറ്റില്ല, 20 HP എന്നൊക്കെ പറയുമ്പം അത്യാവശ്യമുണ്ട്. അപ്പം 20 HP കിട്ടുമ്പോൾ നമ്മൾ ലെവലപ്പാവും.
ഇതിനെ കൊല്ലണം. ഓ ഡോഡോൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം ചാവേണ്ടി വന്നേനെ. ഓക്കേ കൊല്ലട്ട് ചത്ത്. എന്തോ പായത്തിന് അത് എന്നെ കൊന്നില്ല. ഒരു കാർബോണിയം സോൾട്ട് ഉണ്ട്, എൻ്റെ ലെവല് പോയി നോക്കട്ടെ. ഇപ്പം എന്തായാലും സാർക്കോനെ പിടിക്കാൻ പോയാൽ സാർക്കോ എന്നെ പിടിച്ചു കൊല്ലും. നോക്കട്ടെ. ഓ ലെവൽ 30 ഉള്ളൂ. അതിനെ നമുക്ക് ടൈമും ചെയ്യാൻ പറ്റത്തില്ല. കൊല്ലാനും നമുക്കിപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നോക്കുമ്പോൾ അതും നമ്മളെ കൊണ്ടിപ്പോൾ സാധിക്കുന്നതില്ല. സാർക്കോ സ്പോണായില്ല. കുറേ നേരമായിട്ട് സാർക്കോ സ്പോണായില്ല. അതേ കഴിച്ച് ഒരു കാര്യം പറയാൻ വിട്ടു. എന്താണെന്ന് വെച്ചാൽ ഡെത്ത് പാർക്ക് എന്നുള്ളൊരു ഗെയിമുണ്ട്, ഒരു ഹൊറർ ഗെയിമാണ്. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യെസ് അല്ലെങ്കിൽ വേണം എന്ന് കമൻറ്റ് ചെയ്യുക. അത് ആ ഗെയിമിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കേ അടുത്ത ഡോഡോ ഞാൻ കൊല്ലാം. ഇന്ന് മൊത്തം എല്ലാത്തിനെ അടിച്ച് കൊല്ലുവാണ് ഗൈസ്. അതിനടിച്ചൊന്ന് അടുത്ത സാധനം നോക്കട്ടെ ഗൈസ്. ഇപ്പം ഇന്നെന്തായാലും ഞാൻ ലെവൽ 5 ആയി. ഞാൻ നൈസായിട്ട് തോറ്റായിരുന്നു. ആയില്ല, ഞാൻ നൈസായിട്ട് ചത്തുമായിരുന്നു. ഒരു ഡിനോ എന്നെ കൊന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇടാം. അപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. ഇതിൻ്റെ അകത്ത് ബെഡ് ഇരിപ്പുണ്ട്, അവിടെ കിടന്നുറങ്ങിയിട്ട് നമുക്ക് ലെവലപ്പാവും എണീക്കുമ്പോഴത്തേക്ക്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഇപ്പം നമുക്ക് പോയി കിടന്നുറങ്ങാം. ഓക്കെ ഞാനിപ്പം ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. വേഗം വീട്ടിൻ്റെ അകത്ത് കയറാം. സ്ലീപ്പിംഗ് ബാഗ് ഉറങ്ങാം. ഓക്കെ സെറ്റ് ഗൈസ്, ഡെവലപ്പ് ആയിട്ടുണ്ട്. എഴുതി കൊടുക്കാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്, ആർക്കിൻ്റെ അടുത്തൊരു വീഡിയോ. ഇപ്പം എന്തെങ്കിലും അൺലോക്ക് ആയോന്ന് ഞാൻ നോക്കട്ടെ. ലോക്ക് ആയാലും ഒന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ അതെല്ലാം യൂസ് ചെയ്യും. നാർക്കോട്ടിക്സ് എല്ലാം ആവശ്യമുള്ളതാണ്, എല്ലാം അൺലോക്ക് സെറ്റ്. അപ്പോൾ ഞാൻ വേറെ വലുതായിട്ടൊന്നും സാധനങ്ങളും അൺലോക്ക് ചെയ്തിട്ടില്ല. സ്പിയർ ആവശ്യം വരും, സ്പിയറും കൂടെ അൺലോക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഗൈസ്. ഒന്നും ആവശ്യമില്ല, എനിക്ക് ഇതൊന്നും ആവശ്യമില്ല ഗൈസ്. ഓക്കെ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ നടക്കും. എല്ലാവർക്കും ബൈ.